ഇതെന്താ ശരിക്കും ചെയ്ത എടുത്തെറിയുവാണ് ഇതേ? എടുത്തെറിഞ്ഞതാ. എടുത്തെറിഞ്ഞല്ലേ? എടുത്തെറിഞ്ഞ കുറെ തട്ടിയിട്ടുണ്ട് അവനെ. അല്ല പുള്ളിനെ തട്ടി 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 ഇതാ ഇത് കിടന്നിരുന്ന സ്ഥലമാണ് അവൻ. തട്ടിയിട്ട് അവൻ അതവിടെ കിടന്നിരുന്നത്. അതിനെ കുത്തിയത് കൊമ്പ് പാടുണ്ടോ? അത് കൊമ്പുണ്ട്. കുത്തു കൊണ്ടില്ല. അത് ഒരു വെട്ട വെളിച്ചവിടെ ഒന്നുമില്ല. രാത്രി ആയി കഴിഞ്ഞാൽ നിങ്ങളെ മൊബൈലിന്റെ ടോർച്ച് വലിച്ച അത്രേ ഉള്ളൂ. ലൈറ്റും കിടത്താൻ മെല്ലെ രാത്രി കിടക്കാം. അത്രേ ഉള്ളൂ. പുറത്തൊന്നും കിടക്കാൻ പറ്റുന്ന സ്ഥിതിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഒരു ചെരുപ്പൊക്കെ ഉണ്ടോ? ചെരുപ്പൊക്കെ മണ്ണിന്റെ ഉള്ളിലുണ്ടായിരുന്നു. മണ്ണിനകത്ത് മങ്ങിപ്പോയില്ലേ? മങ്ങിപ്പോയത് ആ ചെരുപ്പ്. ആന വേറൊരാളെ ഓടിച്ചോണ്ട് പോയത് ആന. വേറെ ആളെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ആന ഇവിടെ നിൽക്കുമ്പോ വേറൊരു പുള്ളി ചേട്ടനെ ഉണ്ടായിരുന്നു. ആ ചേട്ടനെ ഓടിച്ചോണ്ട് കൊണ്ടുപോയിട്ട് കോടി അവൻ കയറി. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. ആ ആന തിരികെ വന്ന ആനയാണ് ഈ ചേട്ടനെ പിടിച്ചത്. ആ വാശിക്ക് തിരിച്ചിങ്ങോട്ട് വന്നു. ഇതൊക്കെ ആന നടന്നു പോയ പാടുകളാ? ഇതാ ആന ചവിട്ടിയത്. ഇത് ആന ചവിട്ടിയ പാടുകളാണ്. അവിടെയൊക്കെ അതിലൊക്കെ ആന വന്നിട്ടുണ്ട്. ആന വന്നിട്ട് ആ വാഴയൊക്കെ പറിച്ച് കളഞ്ഞപ്പോ ഞങ്ങൾ കുറെ ഓടിയിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. ചെടി ഭയങ്കര ശല്യമാണ് ഇവിടെ. ആണല്ലേ? വരും ഇടയ്ക്കിടയ്ക്ക് ആന വരും. വന്നുകൊണ്ടിരിക്കുന്നു. അത് ഭയങ്കര ശല്യമുള്ള ആനയാണ്. അത് ഒരേ ആന തന്നെ വരുന്നത് സ്ഥിരം? ഒരു ആനയാണ് വരുന്നത്. ആണല്ലേ? ഓഹോ, കൊമ്പനാന. ആണല്ലേ? നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കാട്ടിക്കുളത്തിനടുത്തുള്ള മണ്ണുണ്ടി കോളനിയിലാണ്. കാട്ടിക്കുളം എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ഒരു മണ്ണുണ്ടി കോളനിയിൽ ഇവിടെ നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ട്രൈബൽ വിഭാഗത്തിലുള്ള ഒത്തിരി ആളുകൾ താമസിക്കുന്ന ഒരു കോളനിയാണ്. ഈ ഒരു കോളനിയിൽ ഒരു 4-5 ദിവസം മുന്നേ ചിന്നൻ എന്ന് പറയുന്ന ഒരു വയോധികനെ കാട്ടാന ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാട്ടാന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് അദ്ദേഹത്തെ കാട്ടാന എടുത്തെറിയുകയായിരുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഏതായാലും ആൾക്ക് ഗുരുതര പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, വാരിയലുകൾക്ക് പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഈ പുറകിലൊക്കെ കാണാൻ നിങ്ങൾക്ക് ഈ ഒരു ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് വരും എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് സംശയമൊന്നും വേണ്ട. ഏതായാലും വന്യമൃഗം അതിരൂക്ഷമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് മണ്ണുണ്ടി എന്ന് പറയുന്നത്. ഏതായാലും എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. നമ്മളേതായാലും ചേട്ടന് അപകടം പറ്റിയ ആ ഒരു പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം കണ്ടോ, നമുക്ക് ഈ ഒരു പ്രദേശമൊക്കെ കണ്ട അവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ്. മണ്ണുണ്ടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ചേലൂർ മണ്ണുണ്ടിയാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? മാരൻ. ഈ സ്ഥലം ചേലൂർ മണ്ണുണ്ടി അല്ലേ? മണ്ണുണ്ടി. കാട്ടിക്കുളത്ത് നിന്ന് എത്ര ദൂരം ഉണ്ട് ഇങ്ങോട്ട്? ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. 1 കിലോമീറ്റർ ഉണ്ടാവും. 1 കിലോമീറ്റർ അത്ര ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഇത് പുഴയാണ്. ഈ തോട് കിടന്നിട്ട് അങ്ങോട്ട്? ഈ തോട് കിടന്ന് അപ്പുറം ഫോറസ്റ്റാ. അപ്പുറം ഫോറസ്റ്റ് അല്ലേ? അപ്പുറം ഫോറസ്റ്റ്. ഇതിന് ഫുള്ള് ഇത് അങ്ങോട്ട് ആൾക്കാരുണ്ട്. ഇങ്ങനെ ചുറ്റോട് കൂടി ഇങ്ങനെ അങ്ങ് വരെ ആൾക്കാരുള്ള ചുറ്റും ഇങ്ങനെ ആൾക്കാരുണ്ട് ആ ഫോറസ്റ്റ് സൈഡ്. അപ്പുറത്താണ് ട്രെഞ്ചിന്റെ ഇപ്പുറത്താണ് ഫോറസ്റ്റ് ഉള്ളത്. ട്രെഞ്ചിന് ഇപ്പുറത്തല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ട്രെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്? ഇവിടെ ഉണ്ട്. ഇതിലുണ്ട് ട്രെഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫെനിഷിംഗ് ഉണ്ട്. കറണ്ടിന്റെ ഫെൻസിംഗ് ഉണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല. അത് കൂടെ ആന കടന്നിങ്ങോട്ട് പോരും. ആണല്ലേ? അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഭയങ്കര ശല്യമാണ് ഇവിടെ. ആണല്ലേ? എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ആന വരുന്നുണ്ട്? വരും. ഇടയ്ക്കിടയ്ക്ക് ആന വരും. വന്നുകൊണ്ടിരിക്കും. അത് ഭയങ്കര ശല്യമുള്ള ആനയാണ്. അത് ഒരേ ആന തന്നെ വരുന്നത് സ്ഥിരം? ഒരു ആനയാണ് വരുന്നത്. ആണല്ലേ? ഓഹോ, കൊമ്പനാന ആണല്ലേ? ചേട്ടാ, ഇത് എന്നാ ശരിക്കും സംഭവം നടന്നത്? ഓണം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ഓണമാണ്. ശനിയാഴ്ചയാണ് ഇവിടെ സംഭവിച്ചത്. ശനിയാഴ്ച രാത്രി 2:30 മണിയോടുകൂടിയാണ് ഇങ്ങനെ സംഭവം നടന്നത്. ഇതിലൊക്കെ ഞായറാഴ്ച വെളുപ്പിന്? ശനിയാഴ്ച രാത്രി. ശനിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച വെളുപ്പിനാണോ? അല്ല, ശനിയാഴ്ച രാത്രിക്കാണ്. ശനിയാഴ്ച വെളുപ്പിന് രാത്രിക്കാണ് ആന വന്ന് ആക്രമിച്ചത്. അതായത് 5-ാം തീയതി അല്ലേ? 5-ാം തീയതി. അന്ന് 5-ാം തീയതി എന്ന് തോന്നുന്നു. അതന്നെ 5-ാം തീയതി. 5-ാം തീയതി. ചേട്ടനപ്പൊ ഈ വീട് ഇതാണ് ചേട്ടൻ്റെ വീട്? നമ്മുടെ വീട് ഷെഡാണ്. ഷെഡിലാണ് താമസിക്കുന്നത്. ഇവിടെ തന്നെയാണ് കുടുംബം താമസിക്കുന്നത്? അവിടെയൊക്കെ അതിലൊക്കെ ആന വന്നിട്ടുണ്ട്. ആന വന്നിട്ട് ആ വാഴയൊക്കെ പറിച്ച് കളഞ്ഞപ്പോ ഞങ്ങൾ കുറെ ഓടിയിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഷെഡിൽ അന്നത്തെ ദിവസം വന്നായിരുന്നോ? അന്നത്തെ ദിവസം വന്നില്ല. അത് വന്നിട്ട് ഇപ്പൊ ഒരു മാസത്തോളമായി ഞങ്ങൾ അവിടുന്ന് ഷെഡിൽ നിന്ന് ഓടിയിട്ട്. അപ്പോൾ അവിടെ കിടക്ക പിടിക്കില്ല. അപ്പോൾ വേറെ ഷെഡിലാണ്, വേറെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അന്ന് വന്നിട്ട് എങ്ങനെയാ വന്നത്? ഈ റോട്ടിൽ കൂടെ തന്നെ വന്നത്? ഈ റോട്ടിൽ കൂടെയാണ് വന്നത്. പുഴ കടന്ന് റോട്ടിൽ കൂടെ തന്നെ ആന വന്നു. ഈ റോട്ടിൽ കൂടെ തന്നെ വന്നു. കൂടെ വന്നു. വന്നിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ
പുള്ളിക്കാരൻ പുറത്തിറങ്ങി ആന വന്നത് അറിയില്ല. അങ്ങനെ അറിയാതെ പെട്ടു. അതായത് 2:30 മണിക്ക് സംഭവം നടന്നത്. അതോടുകൂടി രാത്രി തന്നെ ആശുപത്രി കൊണ്ടുപോകാനും ചെയ്തു. ആൾക്കാർ വന്ന് ഇവിടെ ഇതൊക്കെ ആന നടന്നു പോയ പാടുകളാ. ഇതാ ആന ചവിട്ടിയത്. ഇത് ആന ചവിട്ടിയ പാടുകളാണ്. ചവിട്ടുപാടാട്ടോ കാണുന്നത്. ആന ചവിട്ടിപ്പാട് നഖത്തിന്റെ പാടെടുക്കൊണ്ട് കേട്ടോ. ഇതിലിങ്ങനെ കയറിയിട്ടുണ്ട്. അതിങ്ങനെ ഓടിച്ചതാ. ഇങ്ങനെ ആരാ പുള്ളിനെ ആനേനെ ഓടിച്ചതാ? അല്ല, ആന ഓടിയതത്. ഇങ്ങോട്ട് ഓടിയതാ? അത് കഴിഞ്ഞിട്ട് ഓടിയതാ അല്ലേ? കഴിഞ്ഞിട്ട് വരാം. സംഭവം അവിടെ ഞാൻ കാണിച്ചു തരാം. ആണല്ലേ? അതിലിങ്ങനെ വരാം അല്ലേ? അതിലിങ്ങനെ വരാം. സാരല്ല. അപ്പോൾ ആ ചേട്ടൻ്റെ വീട് ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയാണ് ആന ഈ ബോക്സിനാണ്. മുറ്റത്തോടെ ഇങ്ങോട്ടാ ഇങ്ങനെ ഇതിലേ കയറിയാ പോയത് ഇങ്ങോട്ടാ? ആന വേറൊരാളെ ഓടിച്ചോണ്ട് പോയത് ആന. വേറെ ആളെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ആന ഇവിടെ നിൽക്കുമ്പോൾ വേറൊരു പുള്ളി ചേട്ടനെ ഉണ്ടായിരുന്നു. ആ ചേട്ടനെ ഓടിച്ചോണ്ട് കൊണ്ടുപോയിട്ട് അവിടെ വരെ എത്തിച്ചു. അപ്പുറത്തെ വീട് കൂടി അവൻ കയറി. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. ആ ആന തിരികെ വന്ന ആനയാണ് ഈ ചേട്ടനെ പിടിച്ചത്. ആ വാശിക്ക് തിരിച്ചിങ്ങോട്ട് വന്നു. ആ വാശി തിരിച്ചു വന്നപ്പോൾ പുള്ളി അറിഞ്ഞില്ല. പുള്ളി അറിഞ്ഞില്ല. പുള്ളി അറിയേണ്ടാണ് ആന എങ്ങോട്ട് പോയെന്ന് പുള്ളിക്ക് അറിയില്ല. റിട്ടേൺ വന്നിട്ട് ആന ഇവിടെയാണ് പിടിച്ചത്. രാത്രി ബഹളം കേട്ട് എനിക്കായിരിക്കും അല്ലേ? ഇങ്ങനെയാണ് പിടിച്ചത്. ചേട്ടൻ ഇവിടെ എത്തിയായിരുന്നോ? മൂപ്പര് ഇവിടെ എത്തിയായിരുന്നോ? മൂപ്പര് ഇവിടെ ഉണ്ടായിരുന്നു രാത്രി. വെട്ടം കൊണ്ടാണ് മൊബൈൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോ വെട്ടം കണ്ടു. ആനപ്പോ ഓടിച്ചത്. സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലേ? ഇവിടെ ഒരു സാധനവും ഇല്ല. ഇത് അവിടെ ഇല്ല, ഇവിടെ ഒരു ഇതിലും ഇല്ല. ഒരു വെട്ട വെളിച്ചം ഇവിടെ ഒന്നുമില്ല. രാത്രി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിന്റെ ടോർച്ച് വലിച്ച് അത്രേ ഉള്ളൂ. ലൈറ്റും കിടത്താൻ മെല്ലെ രാത്രി കിടക്കാം. അത്രേ ഉള്ളൂ. പുറത്തൊന്നും കിടക്കാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. എപ്പോഴും ഭയങ്കര ശല്യമാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല രാത്രി. എല്ലാ എല്ലായിടത്തും അതെ. എല്ലാ മുറ്റത്തൊക്കെ ആന വരുന്നത്. മുറ്റത്ത് അത് അപ്പുറത്തെ കോളനിയിൽ ഫുള്ള് അവര് 7 മണിയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങൂല. അത്രയും സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇപ്പൊ ഒരു വീടൊക്കെ തട്ടിയിട്ടുണ്ട് ആന. അതെന്നാന്ന് അറിയില്ല. അവിടെ അപ്പൊ അതൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. അത് ഭയങ്കര ഇടങ്ങറ പിടിച്ച ആന. പകൽ സമയത്ത് ഇറങ്ങുന്നുണ്ടോ? പകല് ഇവിടെ ഒരു 6 മണിക്ക് 6-7 മണിക്കൊക്കെ വന്നാൽ ഇവിടെ കാണാം. ഇവിടെ ഈ മൈതാനം ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാം ആന. മൈതാനത്തിന്റെ ഇത് അതിന്റെ അക്കരെ വലിയ മൈതാനം ഇത്. അവിടെയൊക്കെ ആന വരും രാത്രി സമയത്ത്. നമ്മളിപ്പോ കാണുന്ന ഈ ചേട്ടന്റെ വീട്. ആ ചേട്ടന്റെ പേര് എങ്ങനെയായിരുന്നു? ചിന്നൻ അല്ലേ? എത്ര വയസ്സുണ്ട് പുള്ളിക്ക്? 57-55 വയസ്സങ്ങുണ്ട് പുള്ളിക്ക്. സുമാർ 57 വയസ്സുണ്ടെന്ന് പറയുന്നത്. ഇതാണ് ആ ചേട്ടൻ്റെ വീട്. ഇവിടെ വെച്ചിട്ടാണ് സംഭവം നടന്നത്. ചേട്ടൻ രാത്രി ഒരാളെ ഓടിച്ചുകൊണ്ട് ഈ റൂട്ടിലൂടെ അങ്ങോട്ട് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പോയിരുന്നു. അപ്പം ബഹളം കേട്ട് ചേട്ടൻ എണീറ്റ് ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഇവിടം വരെ വന്നു. സ്വാഭാവികമായിട്ടും തൊട്ട അയലോക്കത്തുള്ള ആളുകളുടെ ബഹളം കേൾക്കുമ്പോൾ ആളുകൾ എഴുന്നേക്കും. ചേട്ടൻ വന്ന് ഒച്ച കേട്ടായിരുന്നു അല്ലേ? ഒച്ച കേട്ടു. നല്ല കാർച്ചയായിരുന്നു. വലിയ ബഹളമായിരുന്നു. ആന അലർച്ചയായിരുന്നു. ഇതിലെ ചേട്ടൻ തിരിച്ചോടി. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇതെന്താ ശരിക്കും ചെയ്ത എടുത്തെറിയുവാണ്? എടുത്തെറിഞ്ഞല്ലേ? കുറെ തട്ടിയിട്ടുണ്ട് അവനെ. പുള്ളിനെ തട്ടി ഇത് കിടന്നിരുന്ന സ്ഥലമാണ് അവൻ. ഇങ്ങനെ തട്ടി കൊണ്ടുപോയതാ? തട്ടിയിട്ട് അവൻ അതവിടെ കിടന്നിരുന്നേ. ചേട്ടൻ അവിടെയാ കിടന്നത്. ആന കുത്തിയത് കൊമ്പ്. അത് കൊമ്പുണ്ട്. കുത്തു കൊണ്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തടസ്സം ഉള്ളതുകൊണ്ടായിരിക്കും അവൻ രക്ഷപ്പെട്ടു അല്ലേ? പക്ഷെ കാപ്പി മറിച്ചും അത് ചവിട്ടിയത്. അത് കാപ്പിയാട്ടോ രക്ഷയായത്. ഇവിടെ ഈ കാപ്പിയുടെ ചുട്ടി കാൽപ്പാട് കാണാം. അതുകൊണ്ട് മാത്രമാണ് ചേട്ടൻ രക്ഷപ്പെട്ടത്. അപ്പത്തേക്ക് ആളുകൾ ഒച്ചപ്പാടുണ്ടാക്കി കാണുമല്ലേ? എല്ലാവരും ഒച്ചപ്പാടുണ്ടാക്കി കാണും അല്ലേ? ഒച്ചപ്പാടുണ്ടാക്കി. അങ്ങനെയാണ് ആന ഓടിയത്. എന്നിട്ട് പിന്നെ ഇവിടുന്ന് ആന എങ്ങോട്ടാ പോയെ? അത് പോയത് ആന ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടാണ് പോയത്? ഇതിലെ പോയിട്ടുണ്ട്. അല്ല, അതിലെ നമ്മൾ നേരത്തെ നടന്ന് ഇങ്ങോട്ട് കയറിയ പാട് കണ്ടല്ലോ. ഇതിൽ എങ്ങനെ ഏത് വഴിക്കാ പോയത്? ആന ഈ വഴി പോയിട്ടുണ്ടല്ലോ. ഇതാ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടാണ് ആന പോയത്. അല്ല, നമ്മൾ നേരത്തെ റോട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു പാട് കണ്ടില്ലേ? അത് നേരത്തെ അത് കയറി വന്നത്. അതോ ഇനി ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? മുറ്റത്തേക്ക് ഇറങ്ങിയോ? മുറ്റത്ത് ഇറങ്ങിയില്ലെന്ന് തോന്നുന്നു. രാത്രി അതുകൊണ്ട് കറക്റ്റ് മനസ്സിലാവുന്നില്ല. എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കുന്നോണ്ടേ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിലാണ് ഒരു ചെരുപ്പ് കണ്ടോ? ചെരുപ്പൊക്കെ മണ്ണിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് മണ്ണിന്റെ ഉള്ളിലുണ്ടായിരുന്ന ചെരുപ്പ് മണ്ണിൻ്റെ അകത്ത് മങ്ങിപ്പോയില്ലേ? മങ്ങിപ്പോയതാ ചെരുപ്പ്. വള്ളിയൊക്കെ പൊട്ടി. ചേട്ടൻ്റെ ചെരുപ്പാട്ടോ.
ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഏതായാലും ആ ചേട്ടനെ ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിലായിരുന്നു ആ ചേട്ടൻ കിടന്നിരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു 2 മരം ഉള്ളതുകൊണ്ട് അതിൻ്റെ മരം ഉള്ളതുകൊണ്ടും അതിൻ്റെ രക്ഷപ്പെട്ടാണ്. ഏതായാലും ആന കൊമ്പ് കുത്തിയ പാടാണ് ഈ കാണുന്നത്. ഈ കൊമ്പ് ശരിക്കും പറഞ്ഞാൽ ചേട്ടനായിട്ട് കൊള്ളേണ്ടതാണ്, പക്ഷേ ഈ മരം ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. പക്ഷെ എന്നാലും ചേട്ടൻ്റെ പരിക്ക് ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. പരിക്ക് എന്തൊക്കെയായിരുന്നു അന്നത്തെ പരിക്ക്? എന്തൊക്കെയായിരുന്നു പരിക്ക്? ഇവിടുത്തെ കൈയുടെ ഷോളറും 6 വരിയൽ 6 വരിയിൽ പൊട്ടിണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നടുവിന് നട്ടല് പൊട്ടുണ്ടെന്ന് പറഞ്ഞു. ആണല്ലേ? ഷോൾഡറും പൊട്ടിയിട്ടുണ്ട്. ഷോൾഡർ 6 വരിയലൊക്കെ എന്താ പൊട്ടിട്ടെടുക്കാൻ പറഞ്ഞാൽ മനുഷ്യനെ ഒരു ഇതില്ലാത്ത അവസ്ഥയിലാക്കുക അല്ലേ മനുഷ്യന് അല്ലേ? വല്ലാത്ത അവസ്ഥ തന്നെ കേട്ടോ. കൊല്ലുന്നതിന് തുല്യം കേട്ടോ. 6 വാരിയിലൊക്കെ പോയി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ കൊന്നതിന് തുല്യം തന്നെയാണ്. സംശയമൊന്നും വേണ്ട. ഇനി ആണെങ്കിലും ആ ചേട്ടൻ എന്തായാലും പറമ്പിലൊക്കെ പണിയെടുത്ത് ജീവിക്കുന്ന ആളല്ലേ? കൂലിപ്പണിക്കാരനാണ്. അതെ. ഇനി ഈ അവസ്ഥ വെച്ച് ഇനി എന്ത് ഇനിയിപ്പോൾ കൂടെ പരിക്കണ്ടെന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെ രക്ഷപ്പെടും? മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ തന്നെ. ഇതാണ് സംഭവ സ്ഥലം കേട്ടോ. സംഭവം നടന്നിട്ട് ഇപ്പോൾ ഒരു 5 ദിവസമായി. വരാനൊരു ഇച്ചിരി ലേറ്റായി എന്നല്ല, നമ്മൾ അവർ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലിരുന്നു. പക്ഷേ ആ ചേട്ടൻ്റെ പരിക്ക് അത്യാവശ്യമുണ്ട്. ഇതുവരെ ഒന്നും പറയാറായിട്ടില്ലെന്നൊക്കെയാണ്. ഇത് ഇപ്പോഴത്തെ അവസ്ഥ എന്താ സ്ഥിതി? അവസ്ഥ ഇപ്പോൾ അത്യാവശ്യം സംസാരിക്കുന്നുണ്ട്. ശരി, കഞ്ഞി കുടിക്കുന്നുണ്ട്. എന്നാലും കുറച്ച് നാൾ അവിടെ കിടക്കേണ്ടി വരും. അവിടെ ഉണ്ട് ആൾക്കാരുണ്ട് ആണല്ലേ? ഒരു 4 പേരുണ്ട് അവിടെ ഇപ്പോൾ. ആണല്ലേ? ഉണ്ട്. ജീവന് വേറെ പ്രശ്നമില്ലല്ലോ? രക്ഷപ്പെടൂലേ? രക്ഷപ്പെടും. പക്ഷെ എന്നാലും ഈ പരിക്കല്ലേ? പരിക്കാണ്. പരിക്കല്ലേ? അതാണ് പറ്റിപ്പോയത്. അതെ, രക്ഷപ്പെടും എന്തായാലും. ജീവൻ കിട്ടി കേട്ടോ, അത് തന്നെ വലിയൊരു കാര്യം. ആയാലും ഇങ്ങനെയാണ് സംഭവം നടന്നത്. നമ്മളിപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടാണ്. ഈ വഴിയാണ് ആന ചേട്ടനെ ഓടിച്ചുകൊണ്ട് പോയത്. ആന വന്നത് താഴെ ഭാഗത്താണ്. ഞാൻ താഴെ ഭാഗം കാണിച്ചു തരാം കേട്ടോ. നമുക്ക് താഴെ വരുന്നു, ജസ്റ്റ് ഒന്ന്. നമ്മളിപ്പോൾ മുകളിൽ നിന്ന് കണ്ട ആ ഒരു പ്രദേശം ഉണ്ടല്ലോ, തൊട്ട് താഴത്തെ ആ ഒരു പ്രദേശം, അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തോട്, ഇവിടെ ഒരു തോട് കാണാം. പിന്നെ മുകളിലൊക്കെ ഈ പറയുന്ന പോലെ കോളനിയും കാര്യങ്ങളൊക്കെ ഇതാ. ഇവിടെ തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു വീടൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വീടുണ്ട്. അങ്ങോട്ടൊക്കെ വീടുകളുള്ള സ്ഥലങ്ങളാണ്. ഇതാണ് വീടുകളും കൃഷി. എന്താ ഫുള്ള് കോളനിയത്, കോളനികളല്ലേ? അങ്ങുവരെയും ഫുള്ള്. അപ്പുറത്താണ് ട്രെഞ്ച് ഉള്ളത്. ട്രെഞ്ച് അല്ലേ? ആന ശരിക്കും എതിരെ കയറി വരുന്നേ? ആന ശരിക്കും ഇതിൽ പരക്ക് വരും. അത് ആന പറയാൻ പറ്റില്ല. ഈ തോട് ഇറങ്ങിയാ വരുന്നേ? ഇത് തോട് ഇറങ്ങിയാ വരുന്നത്. അതാണ് ഫെൻസിങ് കാണുന്നത്. അവിടെ ദൂരെ കാണാം. അതിന്റെ അപ്പുറം ട്രെഞ്ച് ഉണ്ട്. അവിടെ ട്രെഞ്ചും ഉണ്ട്, ഫെൻസിങ്ങും ഉണ്ട്. ഇതാണോ പറഞ്ഞ ഗ്രൗണ്ട്? ഗ്രൗണ്ട് ഇതാണ്. ഓഹോ. അവിടെ എപ്പോഴും ആന വൈകിട്ട് കാണാം അല്ലേ? ആന വരും. ഇതാണ്. ചിലപ്പോ ഇതിലെ വരും, ചിലപ്പോ അതിലെ വരും. ഇതിലെ ഇങ്ങനെ വരും അല്ലേ? ചിലപ്പോ ഇതിലേയും വരും. ഈ റോഡ് കൂടെ ഇങ്ങനെ ആന വന്നത് രാത്രി. ഇത് ഫോറസ്റ്റിന്റെ അതിരാ അല്ലേ? ഫോറസ്റ്റിന്റെ അതിരത്. ഇങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ അവിടെ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടാൽ മതി. ഇത് ഫോറസ്റ്റാണ്. ഇത് ശരിക്കും കേരളത്തിൻ്റെ ഫോറസ്റ്റ് തന്നെയാ അല്ലേ? കേരള ഫോറസ്റ്റ് തന്നെയാണോ? അല്ലേ? ഇവിടെ നിന്ന് കർണാടക ഫോറസ്റ്റിലേക്ക് എത്ര ദൂരം ഉണ്ട് ഏകദേശം? അത് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട്. ദൂരം ഉണ്ട് എന്നല്ല? ദൂരം ഉണ്ട് എന്നാലും. ആനയല്ലാതെ മറ്റ് വന്യമൃഗങ്ങളെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശരിക്കും? ഇവിടെ അങ്ങനെ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ആന മാത്രമേ ഉള്ളൂ കാര്യമായിട്ട്. ഇങ്ങനെ ഇത് കടുവ പുലി അങ്ങനെ ഇറങ്ങുന്ന ഇവിടെ ഞാൻ പശുവിനെ അങ്ങനെ വളർത്തുന്നില്ല ഇവിടെ ആരും? ഇവിടെ കുറവാണ്. പറഞ്ഞല്ലേ? ഇവിടെ കുറവാണ്. ഇവിടെ അങ്ങനെ പശു ഉണ്ടെങ്കിൽ അതും ഉണ്ടാവൂലേ? അതും ഉണ്ടാവും. ഉണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങിയ പിന്നെ അതും പിടിക്കും. അതെ. ഇവിടെ ആ സാധനം ഇല്ല. ഇപ്പോൾ ആട് മാത്രമേ ഉള്ളൂ. ആടിപ്പോൾ അക്കരയൊന്നും കൊണ്ടുപോക്കൊന്നുമില്ല. അതെ. ഇതൊക്കെ ഇത് കൂടെ ഒക്കെ ചുറ്റിപ്പൂറ്റി വീട്ടിൽ കൊണ്ടുപോകും. അതെ. അതായത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവന് ഒരു ഗ്യാരണ്ടി ഇല്ലല്ലേ? ഗ്യാരണ്ടി അതാണ്. ഏത് സമയം ആന വരും. ഇപ്പോൾ പുറത്ത് ഇറങ്ങാനേ പറ്റില്ല. ഇപ്പോൾ രാത്രി അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു ആശുപത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആശുപത്രിയിലൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ? വന്നു കഴിഞ്ഞാൽ വണ്ടി വിളിക്കും.
വരുമോ ഈ വഴിക്കൊക്കെ? വണ്ടിയൊക്കെ ഇഷ്ടംപോലെ വരും. വരൂലേ? വണ്ടി വരും. അല്ല, രാത്രിക്ക് വരാൻ ആളുകൾക്ക് ഇതുണ്ടോന്ന് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പറയുന്നതാണ് രാത്രി വിളിച്ചാൽ വരൂലെന്ന്. അല്ല, അത് ഇവിടെ അങ്ങനല്ല. ഇവിടെ നമുക്ക് ടൗൺ ഏരിയ അടുത്തല്ലേ ഉണ്ടല്ലോ അല്ലേ? കാട്ടിക്കുളമൊക്കെ ഏത് സമയത്തും വണ്ടി വിളിച്ചാൽ വരും അല്ലേ? അത് കുഴപ്പമില്ല, അതിന് ബുദ്ധിമുട്ടില്ല. നമുക്ക് എപ്പോഴും വണ്ടി വരും. ആണല്ലേ? കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മളിന്ന് വന്നപ്പോൾ ഇവിടെ കണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഭീകരമാണ് ഇവിടുത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഏതായാലും നമ്മളോട് ആ ഒരു ചേട്ടൻ സംസാരിച്ചത് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ സ്ഥലമൊക്കെ നേരിട്ട് പോയി കണ്ടു. വളരെ ഭീകരമായൊരവസ്ഥ തന്നെയാണ്. വീടിൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. രാത്രി ബഹളം കേട്ട് പുറത്തിറങ്ങി നോക്കി, അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്നല്ല, ഒരാളെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തേക്ക് ഇറങ്ങി ചെന്ന ആൾക്കാണ് ഈ ഒരു സംഭവം നടന്നത്. ചിന്നൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. 57 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ഏതായാലും ഗുരുതര പരിക്ക് തന്നെയാണ്. 5-6 വാരിയലും കാര്യങ്ങളും നട്ടലിനൊക്കെ പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ അവസ്ഥ തന്നെയാണ്. മനുഷ്യരുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. പ്രത്യേകിച്ച് ഒരു കൂലിപ്പണിക്കൊക്കെ പോയി ജീവിക്കുന്ന ഒരു മനുഷ്യരും കൂടെ ആകുമ്പോൾ അവരുടെ ശരീരത്തിനുണ്ടാകുന്ന ആ ഒരു അപകടം എന്ന് പറയുന്നത് അവരുടെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തെ പോലും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വലിയ അവസ്ഥ തന്നെയാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട. ഇതൊന്നും നമ്മുടെ ചാനലിൽ ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും കാണുന്ന. നിരവധി തവണ ഇതുപോലെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായ ആളുകളെ നമ്മൾ ഈ ചാനലിൽ കൂടെ കാണിച്ചിട്ടുണ്ട്. ആളുകളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അറിയിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഫെൻസിങ്ങും ട്രെഞ്ചും ഒക്കെ കടന്നാണ് ആന ഇങ്ങോട്ട് വരുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ തൊട്ട് പുറകിലായിട്ട് കാണുന്നത് ഈ പുഴ കടന്നു കഴിഞ്ഞാൽ അപ്പുറം കാണുന്ന ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയിലാണ് ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നത്. മണ്ണുണ്ടി കോളനി എന്ന് പറയുന്ന പ്രദേശത്തെ റോഡാണിത്. ഏതായാലും വലിയൊരവസ്ഥ തന്നെയാണ് കേട്ടോ ഈ പ്രദേശത്തുള്ള ആളുകൾ നേരിടുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വളരെ ഭീകരമായൊരവസ്ഥയാണ്. ഏതായാലും ഇത്തരം സംഭവങ്ങളൊക്കെ ഇപ്പോൾ വയനാട്ടിലും മറ്റ് പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ഗൂഡല്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ ആനകൾ യഥേഷ്ടം ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വന്യമൃഗത്തെ, കാട്ടാന എന്ന് പറയുന്ന വന്യമൃഗത്തെ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനായിട്ടുള്ളൊരു ശാശ്വതമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സ്വന്തം പറമ്പിലും സ്വന്തം വീട്ടിലും പോലും ഒരു മനുഷ്യർക്ക് സ്വസ്ഥമായിട്ട് ഇറങ്ങാനോ നിൽക്കാനോ ഇറങ്ങി പുറത്തേക്കൊന്നും ഇറങ്ങാനോ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അതിലും ഭീകരമായുള്ള ഒരവസ്ഥ വേറെയൊന്നുമില്ല. ഇതൊരു സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യ രാജ്യമാണ്. എവിടെയാണ് മനുഷ്യർക്ക് ഇതുപോലെ ഒരു സ്വാതന്ത്ര്യ നിഷേധം നടക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥ. ഏതായാലും ഇതുപോലെയുള്ള അവസ്ഥകൾ ഇനിയും തുടർന്ന് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്കൊക്കെ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ ഇനിയും ഇഷ്ടംപോലെ നമ്മൾ ഇനിയും കേൾക്കേണ്ടി വരും. കാരണം അതുപോലെ രൂക്ഷമാണ് വന്യമൃഗ ശല്യം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയമില്ല. കാരണം നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നിരവധി വിഷയങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ചാനലിൽ കാണിക്കുന്ന വിഷയങ്ങളുടെ അളവ് എന്ന് പറയുന്നത് മൊത്തം, അതായത് 100 വിഷയം നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 10 വിഷയം മാത്രമേ നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളൂ. അത്രത്തോളം വിഷയങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു തീവ്രത എന്ന് പറയുന്നത്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.